നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ സ്പേസ് ദിനമായിട്ട് ഓഗസ്റ്റ് 23 ആഘോഷിക്കുന്നത്. ദി രൺവീർ ഷോ എന്ന പോഡ്കാസ്റ്റിൽ കഴിഞ്ഞ ദിവസം ഇസ്രോയുടെ ചെയർമാനാണ് അതിഥിയെത്തിയത്. പോഡ്കാസ്റ്റിംഗ് പരിപാടിയിൽ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹം നടത്തിയത്. സ്പേസ് ഡേ ആഘോഷിച്ച് നമുക്ക് വളരെ സർപ്രൈസിംഗ് ആയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ചന്ദ്രയാൻ 3യുടെ വിജയം, എക്സോളാർ ഗ്രഹങ്ങൾ, ആൽഫ സെഞ്ചുറി, സൗരയുദ്ധം, മറ്റു ഗ്രഹങ്ങളിലെ മനുഷ്യ നാഗരികത, ചൊവ്വയിലെ വരുംകാല താമസം, ISROയുടെ അടുത്ത വലിയ പദ്ധതികൾ, ചന്ദ്ര സമ്പദ് വ്യവസ്ഥ, ISROയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതികൾ, അന്യഗ്രഹ ജീവികൾ, UFOകൾ എന്നിവയെക്കുറിച്ചുള്ള സത്യം, സുനിത വില്യംസ്, എലോൺ മസ്ക് ഒരു ശാസ്ത്രജ്ഞൻ എന്ന ആത്മീയ ഭാഗം, നക്ഷത്രാന്തരം, ബ്ലാക്ക് ഹോൾ, ചിഹ്നഗ്രഹങ്ങൾ, ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കൾ, കൃത്രിമ ബുദ്ധി, റോബോട്ടിക്സ് എന്നിവയെക്കുറിച്ചെല്ലാം അദ്ദേഹം സംസാരിച്ചിരുന്നു. അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് അതിനെ തള്ളിക്കളയാതെയാണ് അദ്ദേഹം മറുപടി നൽകിയത്. 100% ഏലിയൻസ് ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കൂടാതെ അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം മനുഷ്യന് അപകടമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം പങ്കുവച്ചത്. അന്യഗ്രഹ ജീവികളുമായി മനുഷ്യർ ഇതുവരെ സമ്പർക്കം പുലർത്താത്തതിൽ സന്തുഷ്ടനാണെന്നാണ് ISRO മേധാവി S. സോമനാഥ് കൂട്ടിച്ചേർത്തത്. ഭൂമിയിലെ ജീവൻ ഒരു പൊതുപൂർവികനിൽ നിന്നാണ് പരിണമിച്ചതെന്നും അന്യഗ്രഹ ജീവികൾ വ്യത്യസ്തമായ ജനിതക പ്രോട്ടീൻ ഘടനകൾ ഉള്ളവരായിരിക്കാമെന്നും ഇതിന് കാരണമായി S. സോമനാഥ് ചൂണ്ടിക്കാണിച്ചു. അന്യഗ്രഹ ജീവികളുള്ള സമ്പർക്കം ചിലപ്പോൾ അപകടകരമാവുമെന്നും ഒരു ജീവിത രീതി മറ്റൊന്നിൽ ആധിപത്യം സ്ഥാപിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അന്യഗ്രഹ ജീവികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിരവധി പേർ ശ്രമിക്കാറുണ്ട്. മനുഷ്യരെ പോലുള്ള ജീവികൾ അന്യഗ്രഹത്തിൽ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച സംശയമാണ് ഇതിന് പിന്നിൽ. അന്യഗ്രഹത്തിൽ ജീവൻ തേടുന്നത് ശാസ്ത്രലോകത്തിന്റെ പ്രധാന വിഷയങ്ങളിലൊന്നാണ്. കൂടാതെ മറ്റു ഗ്രഹങ്ങളിൽ ഭൂമിക്ക് സമാനമായ സാഹചര്യമുണ്ടോ, ഭൂതകാലത്ത് എപ്പോഴെങ്കിലും ജീവൻ നിലനിന്നിരുന്നോ, അതിൽ സാധ്യതകൾ എന്നിവയ്ക്കുള്ള ഉത്തരങ്ങളും ശാസ്ത്രലോകം തേടുന്നുണ്ട്. സ്ഥിരീകരണമില്ലെങ്കിലും പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാമെന്നും അവർ മനുഷ്യരെക്കാളും 1000 വർഷങ്ങളിൽ പുരോഗമനം ചിലപ്പോൾ കൈവരിച്ചിട്ടുണ്ടാകുമെന്നും S. സോമനാഥ് അഭിപ്രായപ്പെട്ടു. അന്യഗ്രഹ ജീവികൾ തീർച്ചയായും ഭൂമിയിലേക്ക് എത്തിയിരിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ചിലപ്പോൾ ഈ പരിപാടി പോലും അവർ കാണുന്നുണ്ടാകാം. നമ്മേക്കാൾ 1000 വർഷം പുരോഗമനപരമായ ഒരു സമൂഹമോ അന്യഗ്രഹ വ്യവസ്ഥിതിയോ ഉണ്ടാകും. അവർ നമ്മുടെ പോഡ്കാസ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ടാകാം. നമ്മേക്കാൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നിലാണെങ്കിൽ അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. എന്നിരുന്നാലും ഒരിക്കലും അവരുമായി സമ്പർക്കം പുലർത്തരുതെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം മനുഷ്യരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പരിണമിച്ചിരിക്കുന്നു അന്യഗ്രഹ ജീവികളുടെ ജനിതക ഘടന നമുക്ക് വിനാശകരമായേക്കാമെന്ന്. അതിനിടെ ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകം തകരാറിലായതിനെ തുടർന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന ഇന്ത്യൻ വംശജയായ അമേരിക്കൻ ബഹിരാകാശ യാത്രിക സുനിത വില്യംസിന്റെയും വിൽമോർ ബുച്ചിന്റെയും തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരണം നടത്തി. നിലവിലെ സാഹചര്യത്തിൽ ISROയ്ക്ക് നേരിട്ടുള്ള സഹായം നൽകാൻ സാധിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബഹിരാകാശത്തേക്ക് ചെന്ന് സുനിതയെ രക്ഷിക്കാനുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് നമുക്കില്ല. റഷ്യയ്ക്കും US-നും മാത്രമേ സുനിതയെയും ബുച്ചിനെയും തിരിച്ചെത്തിക്കുന്നതിൽ സഹായിക്കാൻ പറ്റുകയുള്ളൂവെന്നാണ് സോമനാഥ് പറയുന്നത്. US-ന്റെ പക്കൽ ക്രൂ ഡ്രാഗണും റഷ്യയുടെ പക്കൽ സോയൂസും ഉണ്ടെന്നും ഇതിലേതെങ്കിലും ഉപയോഗിച്ച് ഇരുവരെയും തിരിച്ചെത്തിക്കാമെന്നും അദ്ദേഹം വിശദമാക്കി. സ്റ്റാർലൈനർ പേടകത്തിനും ബഹിരാകാശത്തുമുള്ള 2 യാത്രികർക്കും നിലവിൽ ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നമുള്ളതായി വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു.